ഞാൻ പണ്ട് മറ്റേ ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഒരു ഹോട്ടലിൽ നിന്ന് എൻ്റെ ഫുഡിൽ മറ്റേ ഒരു പാറ്റയെ കിടന്ന് കിട്ടിയായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് അന്നേ തുടങ്ങിയ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഈ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്, അല്ലെങ്കിൽ അന്ന് ഫുഡ് ഇൻസ്പെക്ടർ എന്നായിരുന്നു ഇതിന്റെ പേര്. അപ്പൊ ആ ഒരു രീതിയിൽ എനിക്ക് ഫുഡ് ഇൻസ്പെക്ടർ ആയെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാറുന്നല്ലോ. സഹകാരിയിലെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് തോന്നിയ വീക്ക്ലി എക്സാംസ് അതുപോലെ തന്നെ റിവിഷൻ എക്സാംസ് അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഞാൻ കറക്റ്റ് ഓരോ ദിവസത്തെയും ക്ലാസ് അന്നു തന്നെ കണ്ട് അന്ന് തന്നെ എക്സാം എഴുതി പോകാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ റിവിഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യം തൊട്ട് അവസാനം വരെ. പിന്നെ മെയിനായിട്ട് എക്സാംസും ക്ലാസ് തന്നെയാണ് കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിരുന്നു. നിങ്ങൾ പഠിക്കാനാണ് വരുന്നതെങ്കിൽ, അതായത് പഠിച്ച് റാങ്ക് ലിസ്റ്റ് കയറി ജോലി മേടിക്കാനാണ് വരുന്നതെങ്കിൽ ഒന്നും പേടിക്കേണ്ട. സഹകാരിയിൽ വരെ കറക്റ്റ് പ്രോപ്പർ അവർ തരുന്ന ക്ലാസ് ഫോളോ ചെയ്യുക, കറക്റ്റ് എക്സാം എഴുതുക, അത് മാത്രം മതി. അതായത് പഠിക്കുക, സാറ് പറയുന്ന പോലെ ഞാൻ എടുത്തു പറയാൻ, പഠിക്കാനുള്ളവർ വരിക, റാങ്ക് മേടിക്കുക, ജോലി മേടിച്ച് പോവുക. ഫുഡ് സേഫ്റ്റി ഓഫീസർ കേരള PSC സ്റ്റേറ്റ് വൈഡ് സക്സസ് സ്റ്റോറി സീരീസ് സഹകാരി കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ തൊട്ടടുത്ത അഡ്വൈസ് വാങ്ങി ഫുഡ് സേഫ്റ്റി ഓഫീസർ ആകാൻ പോകുന്ന ആൾക്കാരെ 1 by 1 ആയിട്ട് പരിചയപ്പെടുന്നു. ആദ്യത്തെ 10ൽ 9 റാങ്കുകളും കരസ്ഥമായിക്കൊണ്ടാണ് നമ്മുടെ സഹകാരിയുടെ ചുണക്കുട്ടികൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് 13ാം റാങ്ക് സ്വന്തമാക്കിയ അതുല്യ VS ആണ്. അപ്പോൾ ഈ റാങ്കിന് ഇരട്ടി മധുരമാണ്. കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ഒരു കല്ലറക്കാരനാണ്. ഇപ്പോൾ ഈ സ്റ്റോറി എടുക്കുന്നത് കല്ലറയിൽ നിന്നാണ്. അപ്പോൾ ഡോക്ടർ അതുല്യ നിലവിലെ കല്ലറ ദേവി ഡെന്റൽ ക്ലിനിക്കിൽ പ്രാക്ടീഷണറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി കൂടെയാണ്. സ്വദേശം ആറ്റിങ്ങനല്ലേ നമ്മളെ? പള്ളിക്കലാണ് സ്വദേശം അദ്ദേഹത്തിൻ്റെ. അപ്പോൾ ഇന്ന് നമുക്ക് ഡോക്ടർ അതുല്യയുടെ പഠനവിശേഷങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഡിഗ്രി ക്ലിയർ ആകുന്ന ഏത് വർഷമാണ്? ഞാൻ ഡിഗ്രി ക്ലിയർ ആണ് 2023. ഈ ഒരു പോസ്റ്റ് നമ്മളിപ്പോൾ BDSന് പഠിച്ചു വരുന്നു. അപ്പോൾ ശരിക്കും നമുക്കിപ്പോൾ ആ ഒരു അറിയാലോ, ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്. നമ്മൾ ആ ഒരു പ്രൊഫഷനിലേക്ക് തന്നെ പോകാൻ സാധ്യത കൂടുതലും. പ്രൊഫഷൻ മാറ്റി ചിന്തിക്കാനുണ്ടായ കാരണം എന്താണ്? അതിന്റെ കാരണം എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു ഇൻസിഡന്റ് തന്നെയാണ് ഇതിന്റെ കാരണം. ഞാൻ പണ്ട് മറ്റേ ഫുഡ് കഴിക്കുന്നതിനിടയിൽ ഒരു ഹോട്ടലിൽ നിന്ന് എൻ്റെ ഫുഡിൽ മറ്റേ ഒരു പാറ്റയെ കിടന്ന് കിട്ടിയായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് അന്നേ തുടങ്ങിയ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഈ ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്, അല്ലെങ്കിൽ അന്ന് ഫുഡ് ഇൻസ്പെക്ടർ എന്നായിരുന്നു ഇതിന്റെ പേര്. അപ്പൊ ആ ഒരു രീതിയിൽ എനിക്ക് ഫുഡ് ഇൻസ്പെക്ടർ ആയെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാറുന്നല്ലോ, പരിശോധിക്കാറുന്നല്ലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് യാദൃച്ഛികമായിട്ടാണ് ഞാൻ യൂട്യൂബ് സ്ക്രോൾ ചെയ്യുന്നതിന്റെ ഇടയിൽ സാറിന്റെ വീഡിയോ കാണുന്നത്. ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ആ ഒരു എക്സാം എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണേ ഈശ്വര എന്നുള്ള രീതിയിലാണ് ഞാൻ ആ വീഡിയോ കാണുന്നത്. അപ്പോഴത്തേക്ക് ആ വീഡിയോ കണ്ടിട്ട് ഉടനെ ഞാൻ അതിന്റെ ക്വാളിഫിക്കേഷനൊക്കെ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് പറ്റുന്നതാണ്. അപ്പോഴത്തേക്ക് പിന്നെ സാറിന്റെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് ഞാൻ അഡ്മിഷൻ എടുത്തത്. യൂട്യൂബിൽ വീഡിയോ ക്ലാസിന്റെ, അതായത് മോഡൽ ക്ലാസ്സുകളുടെ ഇത് വരുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ആ ക്ലാസ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. അപ്പോഴത്തേക്ക് പിന്നെ സാറ് എനിക്ക് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്, സാർ എപ്പോഴും പറയും പഠിക്കാൻ പറ്റാത്ത ഇങ്ങോട്ട് വരണ്ട എന്ന് പറയും. അപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് നല്ല രീതിയിൽ പോകുന്ന ഒരു ഇതാണ് എന്നുള്ള രീതിയിലാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അത് വളരെ പ്രാധാന്യമാണ്. കാരണം നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് കുട്ടികൾക്ക് ഒരു ഉദ്യോഗാർത്ഥികൾ ഓഫ്ലൈൻ ഫീൽ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ഡെഡ് ലൈൻസ് നമ്മൾ പുഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെയിലി ക്ലാസിന്റെ പരീക്ഷകൾ നമ്മൾ ഒരു അന്ന് 24 48 ഹവേഴ്സാണ്. ഇതിന് മുന്നേ 24 ഹവേഴ്സ് ആയിരുന്നു. 48 ഹവേഴ്സിനുള്ളിൽ നമ്മൾ പരീക്ഷ എഴുതി കൊടുത്തേ പറ്റുള്ളൂ. പറ്റിയില്ലെങ്കിൽ എക്സാം കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറേ ഡെഡ് ലൈൻ വെച്ച് പുഷ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവരെ ബൂസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് വരിക എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ പറയുന്നത്, അല്ലേ? അപ്പൊ അതിൽ വേണമെന്നുള്ള ആൾക്കാർ വരിക. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വെച്ച് റിസൾട്ട് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബാച്ചിലേക്ക് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നടാ? ബാച്ചിലേക്ക് വന്നിട്ടുള്ള എനിക്ക് മെയിൻ ആയിട്ട് സഹകാരിയിലെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് തോന്നിയ വീക്ക്ലി എക്സാംസ് അതുപോലെ തന്നെ റിവിഷൻ എക്സാംസ് അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഞാൻ കറക്റ്റ് ഓരോ ദിവസത്തെയും ക്ലാസ് അന്നു തന്നെ കണ്ട് അന്ന് തന്നെ എക്സാം എഴുതി പോകാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ റിവിഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യം തൊട്ട് അവസാനം വരെ. പിന്നെ മെയിനായിട്ട് എക്സാംസും ക്ലാസ് തന്നെയാണ് കറക്റ്റ് അപ് ടു ഡേറ്റ് ആയിരുന്നു. പിന്നെ എന്ന് മാത്രമല്ല മിഥുന്റെ പേര് എടുത്തു പറയണം. മിഥുൻ പക്കയായിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ ഇതിന് വേണ്ടി പരിചയപ്പെടുത്താം. അദ്ദേഹം നമ്മുടെ ഈ ബാച്ചിന്റെ കോസ്റ്റ് ഡയറക്ടർ ആയിരുന്നു. ഇപ്പം നിലവിൽ സഹകാരിയുടെ അക്കാഡമിക് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു, പ്രൊമോഷൻ. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഡെന്റിസ്റ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൊളീഗ്സിനെ ഒരുപാട് ചേർത്ത് അല്ലെ നന്നായിട്ട് അവരെ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ഈ വിജയത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള ഭാഗം അദ്ദേഹത്തിന്റെ ഒരു മെന്റർഷിപ്പിനുണ്ട്. അതിനോടൊപ്പം
നമ്മുടെ റിസർച്ച് ടീമിൽ. മിഥുനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മിഥുനുമായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് എനിക്ക് ആ എക്സാം ഒന്ന് ഓപ്പൺ ആക്കി തരുമോ, എനിക്ക് ആ എക്സാം ഒന്നും കൂടെ എഴുതാണ്. അത് റിവിഷൻ ചെയ്യുമ്പോഴത്തേക്ക് ആ എക്സാം എഴുതി നോക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് ആ എക്സാം 48 hours കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് പോകും, പിന്നെ നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല, പിന്നെ അത് റിവിഷൻ ടൈമിൽ ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്ത് ചോദിക്കും എനിക്ക് അതൊന്ന് ഓപ്പൺ ആക്കി തരുമോ, അതൊന്ന് ഓപ്പൺ ആക്കി തരും. ഇതാണ് ഞാൻ എപ്പോഴും ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത്. ഞാൻ റിവിഷൻ ചെയ്യുന്ന ടൈമിൽ ആ എക്സാം ഓപ്പൺ ആയിരിക്കത്തില്ല. അപ്പോഴത്തേക്ക് ഞാൻ എന്ന് രാവിലെ മിഥുന് ഞാൻ ഏതാണ് റിവിഷൻ ചെയ്യുന്നതെന്ന് ഞാൻ ടോപ്പിക്സ് എഴുതി വെച്ചേക്കും. രാവിലെ എഴുന്നേറ്റ് അന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് ഞാൻ റിവിഷൻ ചെയ്യാനുള്ള ടോപ്പിക്ക് എഴുതി വെച്ചേക്കും. എന്നിട്ട് മിഥുൻ ഇപ്പൊ ചോദിച്ചാലേ മെസ്സേജ് തിരക്കാനായിട്ട് കാണത്തുള്ളൂ. അവിടെ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഉടനെ എന്റെ ടോപ്പിക്ക് ഇതൊക്കെയാണ്. അപ്പോഴത്തേക്ക് മിഥുൻ ഞാൻ മെസ്സേജ് അയക്കും, ഈ ടോപ്പിക്ക് എക്സാം ഓപ്പൺ ആക്കിയിട്ടേക്കണേന്ന് മെസ്സേജ് അയക്കും. അങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരുന്നു. ക്ഷമാശീലനായ വ്യക്തിയാണ്. എല്ലാം കറക്റ്റ് പറഞ്ഞാൽ അത് ചെയ്തു തരാം. അപ്പോഴും തന്നെ ഞാൻ സാറിനെ വിളിച്ച് ചോദിക്കാടാ, ഇപ്പൊ തന്നെ ശരിയാക്കി തരാന്നുള്ള രീതിയിൽ ചെയ്യുമായിരുന്നു. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയിൽ സ്റ്റേറ്റ് വൈഡ് 13ാം റാങ്കിലേക്ക് എത്തുക എന്ന് പറയുമ്പോഴത്തേക്കും വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിന്റെ പിന്നിൽ നമുക്കൊരു ഒരു ദിവസത്തെ അച്ചീവ്മെന്റ് അല്ല, ഒരു ലോങ് ടേം അച്ചീവ്മെന്റ് അല്ലേ. അപ്പോഴത്തേക്കും നമുക്ക് അതിന്റെ പിന്നിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ആരൊക്കെയാണ്? അതിന്റെ പിന്നിലെന്ന് വെച്ചാൽ ബേസിക്കലി ഞാൻ ഒരു ഡെന്റിസ്റ്റ് ആണ്. അപ്പോഴത്തേക്ക് എനിക്ക് പഠിക്കാനുള്ള ടോപ്പിക്സ് ഒന്നും അല്ല ഇതിന്റെ ഈ എക്സാമിന്. അത് എന്റെ ടോപ്പിക്കിൽ നിന്ന് വരുന്ന മൈക്രോബയോളജി, ബയോകെമിസ്ട്രി എന്ന സബ്ജക്ട് മാത്രമാണ്. പിന്നെ ഡയറി ടെക്നോളജി അല്ലെങ്കിൽ ഫുഡ് ടെക്നോളജി ഇതൊന്നും എനിക്ക് തീരെ അറിഞ്ഞുകൂടാത്ത മേഖലയാണ്. അപ്പോഴേ എനിക്കൊരു പ്രോപ്പർ കോച്ചിങ് വേണം. അപ്പോഴേ ഒരു പ്രോപ്പർ കോച്ചിങ്, ഒരു മെന്റർഷിപ്പ് വേണം. അത് ഒരു സൈഡ്, അതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇവിടം വരെ എത്താൻ പറ്റുള്ളൂ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഞാൻ വീട്ടുകാർ ഈ ഒരു പഠിക്കാനുള്ള ഒരു സാഹചര്യം തരണം, അതൊന്ന്. പിന്നെ അതുപോലെ ഞാൻ പല ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഇത് പഠിക്കുന്നത്. അവസാനം കൺഫർമേഷൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ഫുൾ ടൈം ഒരു 2 മാസം ലീവ് എടുത്ത് ഫുൾ ടൈം ഇരുന്ന് പഠിച്ച്. അപ്പോഴത്തേക്ക് അവിടുത്തെ സിസ്റ്റർമാരും എല്ലാവരും നല്ല കോപ്പറേറ്റീവ് ആയിട്ട്. ഇപ്പൊ ഇവിടെ ആണെങ്കിൽ പോലും ഞാൻ അടുത്ത എക്സാമിന് വേണ്ടി പഠിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അവർ പറയും ഇരുന്ന് പഠിച്ചോ, പേഷ്യന്റ് വരാൻ വിളിക്കാം എന്നുള്ള ആ ഒരു ഇതിലാണ് സത്യം പറഞ്ഞാൽ ഇത്രയും വരെ എത്തിയത്. ഇല്ലെങ്കിൽ മറ്റൊരു ഹൈലൈറ്റിംഗ് ഉണ്ട്, നമ്മുടെ ഡിഗ്രി എക്സാമിനേഷനിലെ സഹകാരി കാൻഡിഡേറ്റ് വരുന്ന അത് ഞാൻ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ സഹകാരിയിൽ പഠിച്ചുള്ളൊരു പ്രശ്നം ഞാൻ പറഞ്ഞിട്ടെ. പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ എവിടെ കോച്ചിങ്ങിന് പോയാലും നമുക്കൊരു തൃപ്തി കിട്ടത്തില്ല, ഒരു സംതൃപ്തി കിട്ടത്തില്ല. അത് സത്യം ഒരു പ്രശ്നമാണ്. ഇവിടെ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെ വന്ന് പഠിക്കണം. കാരണം വെച്ചാൽ നമുക്ക് അത്രയും ക്വാളിറ്റി ക്ലാസ് ആ ഒരു രീതിയിലാണ് എല്ലാം പോണത്. പിന്നെ നമുക്ക് ബാക്കി എവിടെയൊക്കെ തിരഞ്ഞു നോക്കിയാലും നമുക്കൊരു സംതൃപ്തി കിട്ടത്തില്ല. അപ്പോഴത്തേക്ക് സഹകാരി തന്നെ അടുത്തൊരു കോഴ്സ് പഠിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ മറ്റേ ഫിലിംസിന് വേണ്ടി എടുത്തത്. ഓക്കെ, അപ്പൊ എന്തായാലും അതില് പറഞ്ഞ പോലെ മെച്ചപ്പെട്ട പോസ്റ്റാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോസ്റ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് പവർഫുള്ളാണ്, യൂണിഫോം പോസ്റ്റാണ്. പിന്നെ ആൾക്കാർ നമ്മൾ അംഗീകരിക്കും. പിന്നെ നമുക്ക് എവിടെ ഏത് ഭക്ഷണമായിട്ട് ബന്ധപ്പെടുത്തിയ സ്ഥലത്ത് നമ്മൾ എത്തിയാലും അല്ലേ, അതുപോലത്തെ പവർഫുൾ ആയിട്ടുള്ള ജോബാണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്തായാലും അമൂല്യ ജീവിതത്തിലെ എല്ലാവിധ ഭാവങ്ങളും അതിനോടൊപ്പം നമ്മുടെ ഇനി നമുക്ക് ഇതേപോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ വരുന്ന ആൾക്കാരെത്തും. അപ്പോൾ ഉദാഹരണം സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസറൊക്കെ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൽ നമുക്ക് വരുന്ന ഉദ്യോഗാർത്ഥികൾ കൊടുക്കാൻ ഉള്ളൊരു മെസ്സേജ് എന്താണ്? നിങ്ങൾ പഠിക്കാനാണ് വരുന്നതെങ്കിൽ, അതായത് പഠിച്ച് റാങ്ക് ലിസ്റ്റ് കയറി ജോലി മേടിക്കാനാണ് വരുന്നതെങ്കിൽ ഒന്നും പേടിക്കേണ്ട. സഹകാരിയിൽ വരെ കറക്റ്റ് പ്രോപ്പർ അവർ തരുന്ന ക്ലാസ് ഫോളോ ചെയ്യുക, കറക്റ്റ് എക്സാം എഴുതുക, അത് മാത്രം മതി. അതായത് പഠിക്കുക, സാറ് പറയുന്ന പോലെ ഞാൻ എടുത്തു പറയണം, പഠിക്കാനുള്ളവർ വരിക, റാങ്ക് മേടിക്കുക, ജോലി മേടിച്ച് പോവുക, അത് മാത്രമേ പറയാം. ഫുൾ എഫേർട്ട് നിങ്ങൾ ഇട്ട് അത് വർക്ക് ചെയ്യുക, അത് സിസ്റ്റത്തെ നിങ്ങൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും വിജയിച്ചു വരികയാണ്. താങ്ക് യു.